നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു ഇൻ്റർവ്യൂ കാണുകയായിരുന്നു. മറ്റൊന്നുമല്ല, ജന്മഭൂമി എന്ന് പറയുന്ന പത്രം. ആ പത്രത്തിന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ, മുൻ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ്റെ ഇൻ്റർവ്യൂ. ജന്മഭൂമി പത്രത്തിൽ വന്ന ഇൻ്റർവ്യൂ എല്ലാവരും ഒന്ന് കാണണേ. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഛർദ്ദിക്കുക, ആ ഛർദിൽ വാരി തിന്നുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ഒരു നയമാണ്. അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യോഗ്യതയാണ് അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള ഒരു ഛർദിൽ വാരി തീറ്റയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജന്മഭൂമി പത്രത്തിന്റെ ഓൺലൈൻ എടുക്കുക, അതിൽ കൃത്യമായിട്ടും അവരുടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുക. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റൊന്നുമല്ല, നിങ്ങൾ യോഗയെ എതിർത്തു അല്ലെ. യോഗ ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശൈലജ ടീച്ചർ യോഗ ചെയ്യുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്ന് കൊണ്ട് അവരുടെ ആ ഒരു എന്തോ ഒരു കോപ്രായം കാട്ടിയിരിക്കുന്നത്, അവർക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്നാൽ മതി. പക്ഷെ കോപ്രായം കാണിക്കാൻ വേണ്ടി അത്രയും ആയിരക്കണക്കിന് ആളുകൾക്കിടയ്ക്ക് ഒരു കോമാളിയായിട്ട് ശൈലജ ടീച്ചർ ഇരുന്നത് നമ്മളെല്ലാവരും കണ്ടതാ. എന്നാൽ ഇന്നോ, ഇപ്പോൾ നിങ്ങൾ യോഗ ചെയ്യാൻ പോകുന്നു, ശരിയല്ലേ? ഇന്ന് യോഗ ഡേ ഒക്കെ വരുമ്പോ എല്ലാ കമ്മ്യൂണിസ്റ്റുകളും വെള്ളയൊക്കെ ഇട്ടുകൊണ്ട്, കോൺഗ്രസ്സുകാരും അതല്ലെങ്കിൽ സംഘികളൊക്കെ ചെയ്യണേക്കാൾ ഉചിതമായിട്ട് ഗംഭീരമായിട്ട് കമ്മിക്കുട്ടികൾ യോഗ സംഘടിപ്പിക്കുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം അവരെന്ത് ചെയ്യും? ഛർദിക്കും. പിന്നെയോ ആ ഛർദിലെ ഞം വാരി തിന്നും രുചിയോടുകൂടി. ഇനി വരുന്നു, രാമായണ മാസം കേരളത്തിൽ പരമേശ്വർജി തുടങ്ങിയപ്പോൾ അന്ന് RSS മാത്രമേ അത് തുടർന്ന് പോയുള്ളൂ, ശരിയല്ലേ? അന്ന് നിങ്ങളതിനെ എതിർത്തില്ലേ? കമ്മ്യൂണിസ്റ്റ് നരഭോജി ഗുണ്ടകളെ എന്നൊന്നും ആരും വിളിക്കരുത്. ഇപ്പോൾ ഒരമ്പലത്തിലും RSS അല്ല രാമായണ മാസം തുടങ്ങുന്നത്. RSS കാരില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ വരെ രാമായണ മാസം ആചരിക്കുന്നുണ്ട്. മറ്റൊന്നുണ്ട്, നമ്മൾ കാണുകയാണ്, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെയൊക്കെ ഭരണം പിടിച്ചുകൊണ്ട്, ക്ഷേത്രം മുതൽ കട്ടെടുത്തുകൊണ്ട്, സ്വർണമായാലും വേണ്ടില്ല, കാശായാലും വേണ്ടില്ല, ഇന്ന് ഏറ്റവും അവസാനം ശബരിമലയിൽ നിന്ന് വന്ന വാർത്ത എന്താണ്? നെയ് പാക്കറ്റുകൾ കാണാനില്ല എന്നുള്ളത്. അതായത് അഭിഷേകം ചെയ്തതിന് ശേഷം കൊടുക്കാനൊക്കെ വെച്ച നെയ് പാക്കറ്റുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ നെയ് പാക്കറ്റുകൾ കാണാനില്ല എന്ന് പറയുന്നത്. അതായത് ക്ഷേത്രത്തെ നിന്ന് കട്ടുമുടിച്ച് പള്ള വീർപ്പിക്കാൻ, പോക്കറ്റ് വീർപ്പിക്കാനുള്ള മാർഗമാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ രാമായണ മാസമല്ല, അതിൻ്റെ അപ്പുറത്തും വലിയ വലിയ മാസങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇന്ന് നടപ്പിലാക്കി വരുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. ഇനി ബാലഗോകുലം, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? നമ്മളൊരു 10-30 കൊല്ലം ബാക്കോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. 70-ന്റെയും 80-ന്റെയും അതല്ലെങ്കിൽ 80-ന്റെയും 90-ന് ഇടയിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ശ്രീകൃഷ്ണ ജയന്തി അക്കാലത്തൊക്കെ ആരായിരുന്നു നടത്തിയിരുന്നതെന്നും എത്രത്തോളം കഷ്ടപ്പെട്ടായിരുന്നു നടത്തിയതൊക്കെ നമ്മൾ കാണുന്നില്ലേ? എന്നാൽ ഇന്ന് RSS ഇല്ലെങ്കിലും ബാലഗോകുലം ഇല്ലെങ്കിലും അത് നടക്കും കേരളത്തിൽ. ആരാ നടത്തുന്നത്? ഗവൺമെന്റ് സഖാക്കളാ. അതിൽ ചെഗുവേരനെയൊക്കെ, കഞ്ചൻ ചെഗുവിനെയൊക്കെ വരച്ച കൊടികളൊക്കെ ഇടയ്ക്ക് വീശിന്ന് വരും. എന്നിരുന്നാലും ശ്രീകൃഷ്ണ ജയന്തി, ബാലഗോകുലം ഗംഭീരമായിട്ട് ആചരിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കൂട്ടങ്ങൾ. ഇനിയോ, 10 കൊല്ലം മുന്നേ ഗണേശോത്സവം മുംബൈയിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പടർന്ന് പന്തലിച്ചില്ലേ? നമുക്ക് എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് കേസ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്നറിയാമോ? എടുത്തെടുത്താ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ, 10-15 വർഷത്തിനുള്ളിൽ 15,000-ഓളം ക്ഷേത്ര പുനരുദ്ധാരണം നടന്നില്ലേ? നമുക്ക് ഇന്ന് നോക്കുക, എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണമാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ മാക്രി കൂട്ടങ്ങളെ, ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളെ കൊണ്ട് തന്നെ കാലം കണക്ക് പറയിപ്പിച്ചു. ക്ഷേത്രം തകർക്കാൻ നടന്നിരുന്ന അവന്മാരെ കൊണ്ട് തന്നെ ക്ഷേത്രം പുനരുദ്ധരിക്കാനും ഇവിടെ കാലം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് കാലം കാത്തുവെച്ച മധുര പ്രതികാരം എന്നുള്ളതൊക്കെ അവിടെ നമുക്ക് ആ സാഹിത്യം ഉപയോഗിക്കാൻ പറ്റുക. കമ്മ്യൂണിസ്റ്റുകാർ എത്രമാത്രം എതിർത്ത കാര്യമായിട്ടും ഒരു ഹിന്ദു നവോത്ഥാനം ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലേ? യാഥാർത്ഥ്യമല്ലേ അത്? നോക്കൂ, നമ്മൾക്കറിയാം, ഇന്ന് വിശ്വാസം കൊണ്ടാണോ അല്ലേ എന്നുള്ളത് നമ്മൾക്കറിയില്ല. എന്നിരുന്നാലും ഇന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഇറങ്ങിയിട്ടുണ്ട്, രണ്ടും കൽപ്പിച്ച്. കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഹിന്ദു ഒരു നാൾ ഇറങ്ങേണ്ടി വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആയാലും കോൺഗ്രസ് ഹിന്ദു ആയാലും BJP ഹിന്ദു ആയാലും ഇന്ന് എക്കാലവും കാണാത്ത ഒരു ഉണർവ് ഹിന്ദുവിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായിട്ടും അത് കണ്ടതുമാണ്. ഇനി ഹിന്ദുക്കളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാലും വിശ്വാസികൾ അവരെ വിശ്വസിക്കില്ല. ഒറിജിനൽ ഇവിടെയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അവർ
തിരിച്ചറിയുന്നുണ്ട്. നോക്കൂ, കെ സുരേന്ദ്രന്റെ ആ ഇന്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഇനി ഹിന്ദുക്കളെ ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കോളാം, ഞങ്ങൾ അവന്റെയൊക്കെ കരാറെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും ഇവിടെ കോൺഗ്രസ്സുകാരും വന്നു കഴിഞ്ഞാൽ അവരെ സംശയത്തോടെ മാത്രമേ ഹിന്ദുക്കൾ നോക്കുകയുള്ളൂ എന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനാരാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. അതല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയ ഇസ്ലാമിക ജിഹാദികൾ തന്നെയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ വികലാംഗന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു ആനുകൂല്യങ്ങളുണ്ടല്ലോ, ആ ആനുകൂല്യങ്ങൾ കൊടുത്ത് 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 ഒരു കൂട്ടരെ മാത്രം അങ്ങോട്ട് പരിപോഷിപ്പിച്ചപ്പോൾ ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇനി നമ്മൾക്ക് രക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. ആ ഒരു തിരിച്ചറിവിൽ കൃത്യമായിട്ട് ഹിന്ദു ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ വന്ന് പറഞ്ഞാലും ഹിന്ദുവിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഹിന്ദു വിശ്വസിക്കാത്ത രീതിയിലേക്ക് ഹിന്ദു മാറിയിട്ടുണ്ട്. കാലം അവരെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പറയുന്നു, വേടന് ഇവിടെ എന്ത് സ്വീകാര്യത ആയിരുന്നു 3 മാസം മുൻപ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വേടൻ എന്ന് പറയുന്ന കാടൻ, കഞ്ചാവ് അടിച്ച് നടക്കുന്ന ബലാത്സംഗ വീരനായിട്ടുള്ള അവന് വേണ്ടി ഇവിടെ പിണറായി വിജയന്റെ പരിപാടിയിൽ പോലും അവനെ ഉൾപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആള് കൂടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ കഞ്ചാവടിയൻ, ഈ ബലാത്സംഗ വീരൻ, ഇത്ര കണ്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ വൃത്തികെട്ടവന്റെ പരിപാടി കഴിഞ്ഞ ദിവസം കണ്ട് കാസർഗോഡ് അവിടെ എവിടെയോ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഗാലറികളൊക്കെ കണ്ടു. അത്ര കണ്ട് സ്വീകാര്യത ഉണ്ടായിരുന്നു ഈ പറയുന്ന ബലാത്സംഗ വീരനും കഞ്ചാവടി വീരനുമായിട്ടുള്ള ഇവന് എന്നുള്ളതാണ്. എന്നാൽ അത് മുച്ചൂടും തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ആ ഒരു ജനങ്ങളുടെ കുറവിലൂടെ വ്യക്തമായത് എന്ന് പറയേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും PFIക്കാരും അയാളുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിന് കാര്യം മനസ്സിലായി. അന്ന് തൊട്ട് നന്ദഗോവിന്ദം ഭജൻസിന് തിരക്കേറി. സത്യമല്ലേ? നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രധാനിയായിട്ടുള്ള നവീൻ എന്ന് പറയുന്ന നമ്മുടെ ആനിയൻകുട്ടി, അവനെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ നവീന്റെ നമ്പറുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സത്യത്തിൽ അവർക്ക് ഇനി സെപ്റ്റംബറിന് ശേഷം മാത്രമേ ഡേറ്റുകളുള്ളൂ. ആലോചിച്ച് നോക്കും, എത്ര മാസം 9 മാസം കഴിഞ്ഞിട്ട് ഇനി അവർക്ക് പുതിയ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനുള്ളൂ. അത്ര കണ്ട് ബിസി ആയി തീർന്നിരിക്കുന്നു അവർ. എന്നാൽ വേടന്റെ അവസാനത്തെ പ്രോഗ്രാമിൽ ആളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘാടകരെ കടന്ന് ഉഴലുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇത് ഞാൻ വെറുതെ പറയല്ല. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബന്ധപ്പെട്ട് നോക്കൂ. സെപ്റ്റംബറിന് ശേഷം മാത്രമേ അവർക്ക് ഇന്ന് ബുക്കിംഗ് ഉള്ളൂ. അത്രയും ബുക്കിംഗ് നിറഞ്ഞിരിക്കുകയാണ്. അതാണ് കാലം കാത്തുവെച്ച മധുര പ്രതികാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് KS പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും അയാളുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിന് കാര്യം മനസ്സിലായി. അന്ന് തൊട്ട് നന്ദഗോവിന്ദം ഭജൻസിന് തിരക്കേറി. ഇനി അടുത്ത് പറയുന്നു, ഇന്ന് മണൽ തരിയിട്ടാൽ താഴെ പോവാത്ത തരത്തിലാണ് ഭക്തജനക്കൂട്ടം. കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ അപകടം CPM അത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അവരുടെ ഈ ഹൈന്ദവ പ്രേമം. നമുക്ക് KSന്റെ ആ ഇന്റർവ്യൂ നിങ്ങളും പോയി കാണുക. കൃത്യമായിട്ടും KS ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഛർദിച്ച് കമ്മ്യൂണിസ്റ്റ് നരഭോജി ഗുണ്ടക്കൂട്ടങ്ങൾ, ക്രിമിനലുകൾ ആ ഛർദിൽ വാരി തിന്നുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവരുടെ ആ ഛർദി കാലഘട്ടവും നമ്മൾക്ക് കാണാൻ പറ്റി. ആ ഛർദിച്ചത് വാരി തിന്നുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജികളെയും കാണാൻ പറ്റുന്നു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.